പഠിക്കണം. ഇതൊരു സമ്മാനം. സമ്മാനമോ? കൊച്ചിന്. എനിക്കോ? എന്തോന്നാ? ആ ആശാരി ചെറുക്കനെ 30 ദിവസം തല്ലു വാങ്ങിച്ചു കൊടുത്തില്ലേ, അതിനുള്ള സമ്മാനമാണ്. ഇതിപ്പോ പിള്ളേരുടെ തനിച്ചുള്ള സമ്മാനമോ അതോ പിള്ളേരുടെ ഇതിലെ ഗുരുവിനെ കണ്ടു ടീച്ചറായാലും സംശയം തോന്നി ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വന്നതാണ്. ടീച്ചർ എത്രയായില്ലേ? പിന്നെ വിനോദ് കാർ കിട്ടില്ല. ഞങ്ങൾ സ്കൂട്ടറിലാണ് പോകുന്നത്. ആര് വന്ന് അന്വേഷിച്ചാലും ഞാനും പിള്ളേ ഇവിടെ ഇല്ല, തലസ്ഥാനത്താ. 2 ദിവസം കഴിഞ്ഞേ വരും. അന്വേഷണ കമ്മിറ്റിക്ക് കിട്ടിയ തുക 2000 വീതം വെച്ചാ പോരാ, 3 ആക്കണം. എന്റെ വീതയുടെ ഇത് ഞങ്ങളെ ഇരിക്കട്ടെ. 2 ദിവസം കൊടുത്ത് താമസിക്കണം. ഒന്ന് കോഴിയെ പറ്റിക്കും. അമ്മേ എന്റെ വീതം. ഒരു വീതം എപ്പോഴെങ്കിലും വന്നോ? ഒരു 2 ഗ്ലാസ്. ഒരു 2 ഗ്ലാസ് വേണം. സ്വന്തം കാര്യത്തിനപ്പുറം കാണാൻ മനസ്സ് വളർന്നിട്ടില്ലാത്ത ഭക്തമാണ്. സ്വന്തം ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കരിവത്തിലെ പറയാം. ഇല്ല സഖാവ്, ഇവിടത്തെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് കേസ് ചിലപ്പം രക്ഷപ്പെടും. പക്ഷെ അബ്ബാസിന്റെ മുമ്പിൽ നിലയും ഈ ജമ്മത്തവൻ രക്ഷപ്പെടാനാവില്ല. ഇന്നല്ലെങ്കിൽ നാളെ അബ്ബാസ് പുറത്ത് വരും. വീണ്ടും വിചാരമില്ലാതെ ഇനി എടുത്തിയാളെ നോക്കാൻ പറ്റിപ്പോയ അവർക്ക് മനസ്സിലാക്കാം. ജമീലയെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, അവർക്ക് ഞങ്ങളൊക്കെ. ജമീല ഓ ഇക്ക വേഗം വരാം. ഓ കുഴപ്പമില്ല. അതെന്താ ഈ ഒരാഴ്ച കിടക്കാൻ നടക്കൂല? അവളുടെ വരുമാനമൊക്കെ ഞാൻ തന്നെ കേൾക്കണ്ടേ? ഉച്ചയ്ക്ക് വീട്ടിൽ പോണ്ട. ചൈനീസിൽ പോകാൻ എനിക്ക് പറഞ്ഞു. നിനക്ക് വേറെ ജോലി ഉണ്ട്. അഥവാ അവള് കേട്ട് ചേച്ചിക്ക് തന്നെ ആദ്യം പറയുന്നത് ഭർത്താവ എന്നോടല്ലേ. 5 മിനിറ്റൂടെ കഴിഞ്ഞോട്ടെ. കുളിച്ചിട്ട് വാങ്ങ, ഞാൻ പ്രസാദം തരേ. എന്റെ പ്രസാദമല്ലേ ഈ മുമ്പിൽ നിൽക്കുന്നത്.
இன்னைக்கு காலையில எந்திரிக்கும் போது நல்ல மூடில் இருக்கீங்க போல இருக்கேன். That's it one. No sir. No. സമയം പോകുന്നു. സത്യാണേ പറഞ്ഞു. Yes. Correct one. Sir, please take it. Take it out. മോള് കൂടെ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. എനിക്കുണ്ടാവില്ലേ ചില മോഹങ്ങളൊക്കെ? കുട്ടി എന്തായി പറയുന്നേ? എന്ത് മോഹങ്ങളൊക്കെ? പറയാൻ വൈകിയതിൽ ക്ഷമിക്കണം. എനിക്കൊരാളെ ഇഷ്ടമാണ്. ഐ മീൻ ഐ ലവ് someone. I want to marry you. കുടിക്കാൻ പോയച്ചാ ഒത്തിരി കൊണ്ട് പറയാൻ ഓൾ ദി ബെസ്റ്റ്. പിന്നെ അമേരിക്ക ചെല്ലുമ്പോഴേ നല്ല പുഷ്ടിയുള്ള മഹാമോഹനം എല്ലാവരും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ആലോചിച്ച മനസ്സിൽ തോന്നുന്നതേ പറയാനും പ്രവർത്തിക്കാനും പറ്റൂ. ഒരാളെ സൂചിപ്പിക്കാൻ വേണ്ടി മറിച്ചൊന്ന് ശീലിച്ചിട്ടില്ല. അറിയാലോ തനിക്ക്? അറിയാം. വെറുതെ വിടാൻ പറ്റില്ല. മന്ത്രവാദി ചതിക്കല്ലേ. ഈ തേങ്ങയും തലയും അണ്ടഗ്രാഹങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചു തുടങ്ങുമ്പോ ഉമ്മ തുറന്നു പറഞ്ഞോളൂ, ഇത് ഇടിച്ചു വെക്കാനാവില്ല. പൊട്ടിക്കണോ എങ്കിൽ അനുഭവിച്ചു. ഞാൻ എന്താ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചു. പൊട്ടുന്നു. തനിക്ക് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ പൊട്ടിക്കാൻ. നിയമം എന്നെ പഠിപ്പിക്കാൻ കോടതി പോയ ആളല്ലേ. നമ്പൂരാരുടെ നിയമം ഞാൻ പറഞ്ഞു തരാം. ദോഷം തെളിച്ച് പടിയെടുത്ത് പുറത്താക്കിയാ പിന്നെ സ്വത്തിന് അവകാശമില്ല. അതിപ്പോ വേണേ പഠിച്ചോളൂ. ഭരിക്കുന്നത് 6-ാം ജോർജ് ആവും. പക്ഷെ ധർമ്മം പാലിക്കേണ്ട നിയമങ്ങളൊന്നും നമ്പൂരി സമുദായം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അതും പഠിച്ചോളൂ. കുറ്റം ചെയ്തൊന്ന് ബോധ്യാണല്ലോ, പിന്നെ എന്തിനു വിചാരണ? അതോ കുറ്റക്കാരാരൊക്കെയാണെന്ന് വ്യവസ്ഥയായിട്ട് അറിയാൻ തന്നെ. വേട്ട നമ്പൂരി മരിച്ച് 3 കൊല്ലം കഴിഞ്ഞ ഒരു ആട്ടയന്മാർക്ക് തനിയെ ഗർഭുണ്ടാവും. പ്രശ്നമായാൽ ആരായാലും പുറത്ത്, 7-1 അവകാശമുള്ള ആളായാലും. തുമ്പയുടെ കൈക്ക് നല്ല ചർച്ച. ഇത്രയും ചന്തം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോ കണ്ടുല്ലേ? മരണനാണെങ്കിലും ഇഷ്ടല്ലേ? ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറയൂ? പറയാ. വൈകുന്നേരം കുട്ടികളെ കൂട്ടി വർക്കേക്കരയ്ക്ക് വരാൻ. മനസ്സിലായോ? 22 വർഷത്തിന് ശേഷം ഈ വലിയൊരു കുഞ്ഞിനെ അവനെ ഞാൻ നിനക്ക് തന്നു. ഇനി നീയാണ് അവനെല്ലാം. അവനെ നീ ദൈവമായിട്ട് കരുതണം, സ്നേഹിക്കണം. പറഞ്ഞത് മനസ്സിലായോ? ദേവസ്വം പ്രസിഡന്റ് ആകാൻ മോഹം ഉണ്ടായിട്ടൊന്നും അല്ല അന്ന് ഞാനങ്ങ് സമ്മതിച്ചത്. ഈശ്വരകാര്യമൊക്കെ മുടക്കമില്ലാണ്ട് നടന്നോട്ടെന്ന് വിചാരിച്ചു. ഇന്നിപ്പോ ഒക്കെ ഭാരമായിരിക്കാം. ഞാൻ വെറും ദേവസ്വത്തിന്റെ പ്രസിഡന്റാ, അല്ലാണ്ട് ഇന്ത്യ പ്രസിഡന്റ് ഒന്നും അല്ല. അവരുടെ മണ്ണല്ലേ, അവരവിടെ പള്ളിയോ കുരിശോ എന്താ വെച്ചാ ഉണ്ടാക്കട്ടെ. അതിനെന്താ? ഇപ്പൊ ഞാൻ പോയി തടയണത്രേ. സാധിക്കില്ല. അതെന്റെ സംസ്കാരമല്ല. ആണോ? എന്താ ഒരു ആലോചന? അതിലും വിലപ്പെട്ടതൊന്നുമില്ല. നീ എന്താ അതേപ്പറ്റി ഒന്ന് ചോദിക്കാനുള്ളത്? അത് ഇപ്പൊ അതിന്റെ ആവശ്യമല്ലേ, സമയം നിർത്തല്ലേ? ആയിക്കോട്ടെ. ഞാൻ വിചാരിച്ചു നീ അത് മറന്നുപോയി.
നമുക്കൊരു കോടതി ജാമ്യം എനിക്കത് കാണണം സംസാരിക്കാൻ ഷീസ് അണ്ടർ പോലീസ് റിമാൻഡ് കാണാൻ പറ്റില്ലെന്ന് കമ്മീഷണർ പറയുമ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് ഒന്നുകൂടി ശ്രമിക്കാം സർ സാഹചര്യങ്ങളൊന്നും ഇപ്പൊ നമുക്ക് അനുകൂലമല്ല വി ക്യാൻ ട്രൈ അവർ ലെവൽ ബെസ്റ്റ് ഓരോ പേരെങ്ങനെ വീഴുന്നത്. തനിക്കെതിരായിരുന്നു സസ്പെൻഷൻ. നിയമം നടപ്പാക്കുമ്പോൾ ഒരു കർശനമൊക്കെ ആയിപ്പോവും. പിന്നെ വിരോധികളത് ഏറ്റെടുത്തും എല്ലാം മറ്റുള്ളവരുടെ കുറ്റമാണ്. എന്തായാലും തനിക്ക് നിയമവും മുറി അറിയാവുന്നതുകൊണ്ട് ഡിസ്മിസ് ചെയ്തില്ല. എൻ്റെ കുറച്ച് ആളുകൾ വരാനുണ്ട്. അത് വരട്ടെ. നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിച്ചോ.